everyone, I am Vasla, your history faculty. This is Albert Campus. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MS യൂണിവേഴ്സിറ്റിയിലെ MA ഹിസ്റ്ററി തേർഡ് സെമസ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിക് ഫോർ ലീഡർഷിപ്പ് സക്സസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. കമ്മ്യൂണിക്കേഷൻ മീൻസ് ഷെയറിംഗ് ഇൻഫോർമേഷൻ, ഐഡിയാസ് ഓർ ഫീലിംഗ്സ് ബിറ്റ്വീൻ two or more people so that they can understood each others. അല്ലേ? അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് അവരുടെ ഇൻഫോർമേഷൻസ്, ഐഡിയാസ്, ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡാണെന്നും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന കൊമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്നുമാണ് എന്തുണ്ടായിട്ടുള്ളത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്താണ്? കോമൺ എന്നാണ്. പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഷെയറിംഗ് ഇൻഫോർമേഷൻ ടു ക്രിയേറ്റ് കോമൺ അണ്ടർസ്റ്റാൻഡിങ്. അല്ലേ? നമ്മുടെ ഇൻഫോർമേഷൻസ്, ഫീലിങ്സ്, ഐഡിയാസ് ഒക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും. അത് അവരിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നാണ് പ്രധാനമായിട്ടും എന്ത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലേ? ദാറ്റ് മീൻസ് ആശയവിനിമയം. ദെൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡെഫിനിഷൻസുകൾ ഡിസ്കസ് ചെയ്യുന്നു. അല്ലേ? പ്രധാനമായിട്ടും 4 വ്യക്തികളുടെ ഒരു ഡെഫിനിഷൻസ് ഇവിടെ നോക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് വൺ ആയിട്ടുള്ള ലീഗൻസ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ 2 or more people exchange ideas, fact, feelings, impression in which way that everyone get a common understanding. അല്ലേ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 or അതിലധികമോ ആളുകൾ അവരുടെ ആശയങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫാക്റ്റുകൾ, ഫീലിങ്സ്, ഇംപ്രഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് റോജേഴ്സ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 1983 അദ്ദേഹം എന്താണ് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ മെസ്സേജ് ഈസ് എ ട്രാൻസ്മിറ്റഡ് ഫ്രം ദ സോഴ്സസ് ടു റിസീവർ. അല്ലേ? റിസീവർ അതായത് സ്വീകർത്താവ്, അതാരാണ്? സ്വീകരിക്കുന്ന വ്യക്തി. അദ്ദേഹം അവരുടെ മെസ്സേജ് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റർ എന്ത് ചെയ്യുന്നു? സെൻഡർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാര്യം ഇവിടുന്ന് ഷെയർ ചെയ്യുകയും റിസീവർ, അത് കേൾക്കുന്ന വ്യക്തി അത് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണത് ബൂക്കർ. അല്ലെ? അദ്ദേഹം എന്താ പറയുന്നത്? 1949 കമ്മ്യൂണിക്കേഷൻ ഈസ് എനിത്തിങ് ദാറ്റ് കൺവേ മീനിങ് ആൻഡ് കാരിയർ എ മെസ്സേജ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മീനിങ് കൺവേ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജർ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെ? അത് ക്യാരി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. ദെൻ ലാസ്റ്റ് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ടയർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 1968 അദ്ദേഹം എന്താണ് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ഈസ് എ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ബൈ ദ എഫക്റ്റീവ് മീനിങ്സ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഐഡിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? കൈമാറ്റം ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് എന്ത്? ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മീനിങ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികൾ ഇതിനെന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നല്ലേ? 4 പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഡെഫിനിഷൻസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രോസസ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലേ? പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് പ്രോസസ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഐഡിയ ജനറേഷൻ, സെക്കൻഡ് വൺ എന്താണ്? എൻകോഡിംഗ്, തേർഡ് വൺ എന്താണ്? ട്രാൻസ്മിഷൻ, ഫോർത്ത് വൺ എന്താ? റിസപ്ഷൻ, ഫിഫ്ത്ത് വൺ എന്താ? ഡീകോഡിംഗ്. ഇതൊക്കെയാണ് എന്ത്? 5 പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഐഡിയ ജനറേഷൻ. എന്താണ് ഐഡിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ? ദ സെന്റർ ഫസ്റ്റ് ഡെവലപ്പ് ആൻ ഐഡിയ ഇൻ ദ മൈൻഡിലെ. ഒരു സെന്റർ അവരുടെ
മൈൻഡിൽ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഐഡിയ ജനറേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കും. അതായത് നമ്മൾ ആരുമായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സംഭവമില്ല, ഐഡിയ ഇല്ല, അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മൈൻഡിൽ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഐഡിയ ജനറേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് വൺ ആണ് എൻകോഡിങ്. എൻകോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഐഡിയ ഈസ് കവേർഡ് ടു വേർഡ്സ്, പിക്ചേഴ്സ്, സിംബൽസ്, സൗണ്ട് ആൻഡ് ആക്ഷൻ. ദിസ് പ്രോസസ് കാൾഡ് എൻകോഡിങ്. അതായത് നമ്മൾ എന്താണോ ആ ഐഡിയ ഉണ്ടല്ലോ ആ ഐഡിയ കൺവേ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്, പിക്ചർ, സിംബൽസ്, സൗണ്ട്, ആക്ഷൻസ്, അതിനെയാണ് എന്ത് പറയുന്നത്, എൻകോഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, the encoding message is sent to the receiver through the suitable channel. അതായത് നമ്മൾ ഒരു പ്രത്യേക മീഡിയം ഉപയോഗിച്ച് നമ്മുടെ ആശയം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന അതിനെയാണ്, ആ ചാനലിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്താണ്, റിസപ്ഷൻ. റിസപ്ഷൻ മീൻസ് എന്താണ്, ദ റിസീവർ റിസീവ് ദ മെസ്സേജ് ത്രൂ ദ സെൻസ്, സീൻ, ഹിയറിംഗ് അല്ലെ. അതായത് റിസീവർ ആ ഒരു മെസ്സേജ് സെൻസ് ചെയ്യുന്ന സീനിലൂടെ അല്ലെങ്കിൽ ഹിയറിംഗിലൂടെ അത് സെൻസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, റിസപ്ഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്താണ്, ഡീകോഡിംഗ്. ഡീകോഡിംഗ് മീൻസ് എന്താണ്, ദ റിസീവർ ഇന്റർപ്രറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ഇൻ his or her own mind. This process called ഡീകോഡിങ്. അതായത് നമ്മൾ റിസീവർ സ്വീകരിച്ചിട്ടുള്ള ആ ഒരു മെസ്സേജിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന അവരുടെ മൈൻഡിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡീകോഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പ്രധാനമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ 5 പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, അത് നമ്മൾ സിംബൽസിലൂടെ, പിക്ചറിലൂടെ, വേർഡിലൂടെ, സൗണ്ടിലൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേ ചെയ്യുന്നതും അതിനൊരു മീഡിയം ഉപയോഗിച്ച് അത് മറ്റൊരു റിസീവറിലേക്ക് അതെന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ആ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഐഡിയ എന്ത് ചെയ്യുന്നുണ്ട്, ആ റിസീവർ സ്വീകരിക്കുന്നതും ദെൻ അത് അദ്ദേഹം മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് അതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ 5 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ അല്ലേ. നമ്മളൊരാളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മളൊരാളിലേക്ക് ഒരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഇൻഫോർമേഷൻസും ഷെയർ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്ത്, ഫാക്ടേഴ്സ് ആൻഡ് എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകളും എലമെന്റ്സുകളും അല്ലെ, ഫാക്ടേഴ്സ് ഓർ എലമെന്റ്സ് ഓഫ് ഫാക്ടേഴ്സ് രണ്ടും ഇതിനെ പറയാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഓർ എലമെന്റ് ആണ് എന്ത്, കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ നമ്മുടെ ആ ഒരു ഇൻഫോർമേഷൻസ്, ഐഡിയാസ്, ഫീലിങ്സ് ഒക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന പേഴ്സണെയാണ് എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത് അല്ലെ, കമ്മ്യൂണിക്കേഷൻസിന്റെ ആ ഒരു പോയിന്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ആരായിരിക്കും അല്ലെ, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ മറ്റൊരാളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്ത്, കമ്മ്യൂണിക്കേറ്റർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് സ്പീക്കിംഗ്, റിട്ടൺ, ജസ്റ്റേഴ്സ്, സൈൻ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേറ്ററിന്റെ പ്രധാനപ്പെട്ട ഗോൾസ് എന്ന് പറഞ്ഞാൽ ഷെയറിങ് ഇൻഫോർമേഷൻസ്, ഐഡിയാസ്, ഫീലിങ്സ് ക്ലിയർലി, അത് മറ്റുള്ളവരിലേക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഫീലിങ്സ് ആയാലും നമ്മുടെ ഐഡിയാസ് ആയാലും നമ്മുടെ ഇൻഫോർമേഷൻസ് മറ്റുള്ളവരിലേക്ക് വളരെ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യുക എന്നാണ് കമ്മ്യൂണിക്കേറ്ററുടെ പ്രധാനപ്പെട്ട ഗോളായിട്ട് പറയുന്നത്. ദെൻ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ട് എന്താണ്, എ ടീച്ചർ explain the lesson to students in a communicator. തീർച്ചയായിട്ടും ഒരു ടീച്ചർ സ്റ്റുഡൻസിന് അല്ലെ അവരുടെ ലെസനുമായിട്ടുള്ള ഒരു കാര്യം കൈമാറ്റം ചെയ്യുന്നത് അതെന്താണ്, തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ എലമെന്റ് ആണ് മെസ്സേജ് എന്ന് പറയുന്നത്. മെസ്സേജ് മീൻസ് എന്താണ്, മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ, ഐഡിയാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ആ ഒരു ഇൻഫോർമേഷൻസിനെ അല്ലെങ്കിൽ ആ ഐഡിയാസിനെയാണ് എന്ത് പറയുന്നത്, മെസ്സേജ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മെസ്സേജ് ഈസ് എ മെയിൻ കോണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു മെയിൻ കോണ്ടന്റ് ആണ് എന്ത് പറയുന്നത്, ഈ ഒരു മെസ്സേജ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യാം, വേർഡിലൂടെ, റിട്ടണിലൂടെ, പിക്ചേഴ്സിലൂടെ, ആക്ഷനിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. ദ മെസ്സേജ് ഈസ് അല്ലെ, നമ്മളൊരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അത് മറ്റുള്ളവർ മനസ്സിലാക്കുക.
യു മീൻ അല്ലെ, നമ്മൾ എന്താണ് അതെന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നും കൂടി ഒരു മെസ്സേജിന്റെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് ആയിട്ട് പറയാൻ പറ്റും. ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വെൻ യുവർ ഫ്രണ്ട്സ് സേ ലെറ്റ്സ് പ്ലേ, ദാറ്റ് മെസ്സേജ് ആൻഡ് ഇൻ അല്ലേ, അതെന്തെങ്കിലും അതിലൂടെ ഇൻവിറ്റേഷൻ ടു പ്ലേ അല്ലെ, പ്ലേയിലേക്ക് എന്ത് ചെയ്യാണ്, ആ കുട്ടിയെ ക്ഷണിക്കുന്നതാണ് പ്രധാനമായിട്ട് അതിലൂടെ എന്ത് ചെയ്യുന്നത്, തരുന്ന ഒരു മെസ്സേജ് ആയിട്ട് പറയുന്നത്. മെസ്സേജ് ഷുഡ് ബി അല്ലേ, മെസ്സേജ് എങ്ങനെ ആയിരിക്കും, റെലവെന്റ് ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും, അതുപോലെ തന്നെ എന്താ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് മെസ്സേജിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ചാനൽ എന്ന് പറയുന്നത് അല്ലെ, അതായത് നമ്മളൊരു ഇൻഫോർമേഷൻസ് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ആ ഒരു മീഡിയമിനെയാണ് എന്ത് പറയുന്നത്, ചാനൽ എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മളൊരു മെസ്സേജ്, നമ്മുടെ ഒരു ഇൻഫോർമേഷൻസ്, നമ്മുടെ ഒരു ഐഡിയാസ്, നമ്മുടെ ഒരു കാര്യം മറ്റുള്ളൊരു വ്യക്തിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു മീഡിയമിനെയാണ് എന്ത് പറയുന്നത്, ചാനൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു കമ്മ്യൂണിക്കേറ്റ് ഡെലിവർ ദ മെസ്സേജ് ടു റിസീവർ. ഇതെന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്, റിസീവറിലേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായ രീതിയിൽ എത്തിക്കുന്നതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും. ചാനൽസ് ചിലപ്പോൾ വെർബൽ ആകും അല്ലെ, വെർബൽ മീൻസ് സ്പോക്കൺ, റിട്ടൺ ആകാം, അല്ലെങ്കിൽ നോൺ വെർബൽ ആയിട്ടുള്ള ജസ്റ്റേഴ്സോ എക്സ്പ്രഷൻസോ ഒക്കെ ആയ ആ ഒരു ചാനലായി മാറാം. ചാനൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് മെസ്സേജ് ആൻഡ് സിറ്റുവേഷൻസിനെ മെസ്സേജിനൊക്കെ അനുസരിച്ച് ആ ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് അല്ലേ, ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വളരെ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എന്താണ്, അതൊരു ചാനൽ തന്നെയാണ്. പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിൾ ഇത് പറയുന്നുണ്ട്, ഏതൊക്കെ, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്, മീറ്റിംഗ്സ്, റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, മൊബൈൽ ഫോണൊക്കെ എന്താണ്, ഒരു മീഡിയമാണ് അല്ലേ, നമ്മളൊരു ഇൻഫോർമേഷൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് പ്രധാനമായിട്ട് ഏതൊക്കെ, ഈ ഒരു ഫേസ് ടു ഫേസിൽ ഇൻട്രാക്ഷൻസ്, മീറ്റിംഗ്സുകൾ, റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും. ഇതിലെ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എന്ത്, ട്രീറ്റ്മെന്റ് മെസ്സേജ്. അതായത് മെസ്സേജ് ട്രീറ്റ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്, ട്രീറ്റ്മെന്റ് മെസ്സേജ് മീൻ ഹൗ ദ കമ്മ്യൂണിക്കേറ്റർ പ്രസന്റ് ആൻഡ് ഡെലിവർ ദ മെസ്സേജ്. ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തി ആ റിസീവറിലേക്ക് ഇത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഡെലിവർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് പ്രധാനമായിട്ട് ഈ ട്രീറ്റ്മെന്റ് ഓഫ് മെസ്സേജ് എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ സ്റ്റൈല്, ടോണ്, മാനർ ഒക്കെയാണ്. അതായത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ടാവും, ആ ഷെയർ ചെയ്യുന്നതിൻ്റെ ടോണ്, അതിൻ്റെ ആ ഒരു സ്റ്റൈല്, മാനർ ഒക്കെയാണ് പ്രധാനമായിട്ട് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ട്രീറ്റ്മെന്റ് മെസ്സേജ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ ട്രീറ്റ്മെന്റ് മെസ്സേജ് ഡിപ്പെൻഡ് ഓൺ ഓഡിയൻസ്, പർപ്പസ്, സിറ്റുവേഷൻ അല്ലേ, നമ്മളുടെ ഓഡിയൻസിനെ, പർപ്പസിനെ, അതുപോലെ തന്നെ സിറ്റുവേഷൻസിനെയൊക്കെ ഓറിയന്റഡ് ആയിരിക്കും എന്ത്, നമ്മൾ ചെയ്യുന്ന ആ മെസ്സേജിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. മെസ്സേജ് ക്യാൻ ബി ട്രീറ്റ്മെന്റ് ഫോർമൽ, ഇൻഫോർമൽ, സീരിയസ് ആൻഡ് ഹ്യൂണർ അല്ലേ, എന്താകാം, ഫോർമൽ ആകാം, അതുപോലെ തന്നെ ഇൻഫോർമൽ ആകാം, സീരിയസ് ഒക്കെ ആയിട്ടുള്ളതായിരിക്കും എന്ത് നമ്മൾ കൺവേ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളതാണ്, എ ടീച്ചർ എക്സ്പ്ലെയിൻ ദ ടോപ്പിക് പൊളൈറ്റ്ലി ആൻഡ് ക്ലിയർലി യൂസിങ് എ ഗുഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെസ്സേജില്. നമ്മളൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിന് വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു ഇൻഫോർമേഷൻ കൺവേ ചെയ്യുന്നത് എന്താണ്, ഒരു ട്രീറ്റ്മെന്റ് ഓഫ് മെസ്സേജ് ആയിട്ട് പറയാൻ പറ്റും അല്ലേ. ട്രീറ്റ്മെന്റ് ഓഫ് മെസ്സേജ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ഒരു ഇൻഫോർമേഷൻസ് മറ്റൊരു വ്യക്തിയിലേക്ക് കൺവേ ചെയ്യുന്ന ആ ഒരു പ്രസന്റിനെ അല്ലെങ്കിൽ ആ ഡെലിവറിനെ, നമ്മുടെ ടോണിനെ, സ്റ്റൈലിനെയൊക്കെയാണ് പ്രധാനമായിട്ട് എന്ത് സൂചിപ്പിക്കുന്നത്, ട്രീറ്റ്മെന്റ് ഓഫ് മെസ്സേജ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് വണ്ണാണ് ഏത്, ഓഡിയൻസ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഓഡിയൻസ് എന്ന് പറയുന്നത്, എന്താ, ഓഡിയൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ റിസീവ് ദ മെസ്സേജ് ഫ്രം ദ കമ്മ്യൂണിക്കേറ്റർ അല്ലേ. കമ്മ്യൂണിക്കേറ്ററിൽ നിന്നും ആ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്നവരാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഓഡിയൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദേ ആൾസോ കാൾഡ് ദ ലിസണർ, റീഡർ ആൻഡ് വ്യൂവേഴ്സ്. ദെൻ ദ ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡിങ്, ഇന്റർപ്രറ്റ് ആൻഡ് റിയാക്ട് ദ മെസ്സേജ്. തീർച്ചയായിട്ടും ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കിയും അതിനനുസരിച്ച് ഇന്റർപ്രറ്റ് റിയാക്ട് ഒക്കെ ആര് ചെയ്യുന്നുണ്ട്, ഓഡിയൻസ് ചെയ്യുന്നുണ്ട്. The size and type of audience can affect on the communicator deliver the message. അതായത് ആ ഒരു കമ്മ്യൂണിക്കേറ്റർ ആ മെസ്സേജ് ഡെലിവർ ചെയ്യുന്നതിനനുസരിച്ചും അവരുടെ ഓഡിയൻസിന്റെ എന്ത് സൈസ് അല്ലെങ്കിൽ ടൈപ്പ് എന്ന് പറയുന്നത്. Example, in a classroom the students are the
ഓഡിയൻസ് വെൻ ദ ടീച്ചർ ഈസ് എക്സ്പ്ലെയിൻ ദ ലെസൺ അല്ലേ. ഒരു ക്ലാസ് റൂം എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ ഓഡിയൻസ് ആയിരിക്കും. ടീച്ചർ എന്ന് പറയുന്നത് എന്താ, കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യുന്ന, ഒരു ഇൻഫോർമേഷൻ ലെസണിന്റെ ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഫോർമലോ അല്ലെങ്കിൽ വാട്ടെവർ അല്ലെ, ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്നുണ്ട്, അവരിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ് അല്ലെ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഓഡിയൻസ് ആണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഏത്, ഓഡിയൻസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ദ റെസ്പോൺസ് ഈസ് എ ഫൈനൽ ഗോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഗോളാണ് എന്ത്, റെസ്പോൺസ് എന്ന് പറയില്ലേ. ആ ഒരു റിസീവർ അല്ലെങ്കിൽ ആ റിസീവേഴ്സിൽ സ്വീകരിച്ച് അതിനെന്ത് ചെയ്യുന്നുണ്ട്, അതിന് റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓഡിയൻസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇത് കമ്മ്യൂണിക്കേഷനിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള ഒരു എന്താണ്, ഒരു ഗോളാണ്. ഓഡിയൻസ് റെസ്പോൺസ് മീൻ ദ റിയാക്ഷൻ ഓർ ഫീഡ്ബാക്ക് അല്ലേ. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം, ഒരു കമ്മ്യൂണിക്കേറ്റർ ഒരു കാര്യം ഓഡിയൻസിലേക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഓഡിയൻസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു റിയാക്ഷൻസ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. To show whether the audience has understood, liked or discharged with the message അല്ലേ. തീർച്ചയായിട്ടും അല്ലേ, ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, അതിനെ എതിർക്കുന്നവരുണ്ടായിരിക്കും, അതിനെ മനസ്സിലാക്കുന്നവരൊക്കെ എന്താണ്, ഓഡിയൻസിൽ ഉണ്ടായിരിക്കും അല്ലേ. റെസ്പോൺസ് നമുക്ക് വെർബൽ ആകാം, നോൺ വെർബൽ അല്ലേ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ ജസ്റ്റേഴ്സിലൂടെ എന്ത് ചെയ്യാം അല്ലേ, നമ്മൾ വേർഡ് വഴി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിയൻസ് അവരുടെ റെസ്പോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർലി ഇവിടെ നൽകുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ടു കമ്മ്യൂണിക്കേറ്റർ നോ ഇഫ് ദ മെസ്സേജ് വാസ് എഫക്റ്റീവ് ഓർ നോട്ട്. ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ നൽകിയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷൻസ് ആ ഒരു ഓഡിയൻസിന് അത് എത്രത്തോളം എഫക്റ്റീവായി ആയില്ല അല്ലെ. അവരുടെ എക്സ്പ്രഷൻസിലൂടെ ഇപ്പൊ എന്ത് ചെയ്യും, നമ്മൾ തമ്പ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അല്ലെ, അവർ അത് അടിപൊളിയാണ്, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അല്ലെ, അവർക്ക് അത്രത്തോളം അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയൻസിന്റെ റെസ്പോൺസിലൂടെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. When the students not ask the questions after the lesson, that is audience response അല്ലേ. തീർച്ചയായിട്ടും ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ടീച്ചറിനോട് ആ സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്യുക, നിങ്ങളെ ക്ലാസ് മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല, മിസ് ഇവിടെ പറഞ്ഞ് മനസ്സിലായിട്ടില്ല, അങ്ങനെ ആ ഒരു റെസ്പോൺസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തില്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷനിലെ കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികൾ അവർ ഡിഫൈൻ ചെയ്ത ഡെഫിനിഷൻസ് നോക്കി. പിന്നെ അതാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട 5 സ്റ്റെപ്പുകളായിട്ടുള്ള പ്രോസസ്സുകൾ നോക്കി. ദെൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏതായിരുന്നു, കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകൾ, എലമെന്റ്സുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഒരു 6ഓളം എലമെന്റ്സ് ഓർ ഫാക്ടേഴ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.